പിന്നെയും ഒരു ഓട്ടം ആഫ്റ്റർനൂൺ നടത്താണ്. നല്ല വെയിലൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ച്. കുറേ ദിവസം മഴയും തണുപ്പൊക്കെ ആയിരുന്നു. എല്ലാ മരങ്ങളുടെയും അലിയൊക്കെ കൊഴിഞ്ഞ് നിലത്തെത്തിയിട്ടുണ്ട്. കുറച്ചല്ലേയും കൂടി ബാക്കിയുള്ളൂ. പെഡസ്ട്രിയൻ പാത്തൊക്കെ അവരിവിടെ ടാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ അറിയാണ്ട് പോയി ചവിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ കാണിച്ചു തരാം. എന്തൊരു കോൺട്രാസ്റ്റാല്. ഒരു എവർഗ്രീൻ മരം, ഒരു കോണിഫർ ഒരു സൈഡിൽ നിൽക്കണു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇലയൊക്കെ പൊഴിഞ്ഞു പോയ ഒരു മരം. ഇത്രയും തണുപ്പും മരങ്ങളുടെ ഇലയൊക്കെ കൊഴിയണ സമയത്തായാലും ചില റോസ് കണ്ട ഞങ്ങൾ എന്തായാലും വിട്ടുകൊടുക്കാൻ പോകണില്ല എന്നുള്ള തരത്തിൽ ഇപ്പോഴും പൂവുണ്ടാവണം ചില റോസുകളുണ്ട് കേട്ടോ. എന്ത് ഭംഗിയാ കാണാൻ. ഈ ഫുഡ് മാർക്സ് കണ്ട ഇതെൻ്റെയാണ് കേട്ടോ. ഞാൻ അവരിവിടെ ടാർ ചെയ്തത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ അമ്മു ലഞ്ച് ബോക്സ് മറന്നു വെച്ചപ്പോൾ അവൾക്കത് കൊടുക്കാനായിട്ട് ഓടിയപ്പോൾ ഉണ്ടായ സംഭവമാണിത്. നല്ല സൂര്യനുള്ള ദിവസമേ, നല്ല വെയിലുള്ള സമയത്ത് ഈ മരങ്ങളുടെ മുകളിൽ ആ സൂര്യൻ്റെ ആ വെളിച്ചം കൂടി തട്ടുമ്പോൾ കാണാനായിട്ട് കുറച്ചും കൂടി ഭംഗിയാണ്. എന്ത് ഭംഗിയല്ലേ മരം കാണാൻ. കംപ്ലീറ്റ് യെല്ലോ ലീവ്സ്. ഈ സൈഡിലുള്ള മരങ്ങളൊക്കെ കണ്ട കംപ്ലീറ്റ് ഇല പോയിട്ടാ, കൊമ്പ് മാത്രമായിട്ട് നിൽക്കണേ. സൂര്യൻ അവിടെ ഇങ്ങനെ കത്തി ജ്വലിക്കുന്നുണ്ട്. ഇതവിടെ വാഴ കണ്ട, അവരും അതിന് ഫ്ലീസ് ഒന്നും ഇട്ടിട്ടില്ല ഇതുവരെയായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനും ഇതുവരെ എൻ്റെ വാഴേനെ ഫ്ലീസ് ഉടുപ്പ് ഇടിപ്പിച്ചിട്ടില്ല. പോണ വഴിയിലൊക്കെ റോഡിൻ്റെ രണ്ട് സൈഡിലും നിലത്ത് ഇലകളിങ്ങനെ വീണ് കിടക്കുക കേട്ടോ. അതിൻ്റെ ഉള്ളിലൊന്നും പറയണ്ട. പിന്നെ വിൻ്റർ ആയിക്കഴിഞ്ഞാൽ ഒരുവിധം ആൾക്കാർക്കൊക്കെ ഡിപ്രഷൻ വരും. പക്ഷെ ഇങ്ങനത്തെ വെയിലുള്ള ദിവസങ്ങൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ മരങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയുണ്ടാവും. കുറച്ച് ഇലകളുടെ കളറ് മാറിയിട്ടുള്ള മരങ്ങളും അതുപോലെ കംപ്ലീറ്റ് ഇല കൊഴിഞ്ഞിട്ടുള്ള മരങ്ങളും അതിനൊക്കെ വെയിൽ വരുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയാണ്. അതേ സീനറി തന്നെ വെയിലില്ലാത്ത സമയത്ത് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും ഡിപ്രഷനാണ്. ബെറീസ് കണ്ട ചുമപ്പും ഉണ്ട് മഞ്ഞയും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പൂക്കൾ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ബെറി കുന്നുകൂടി ഇങ്ങനെ ഒരുമിച്ചുണ്ടായി നിൽക്കണ കാണാനായിട്ട് നല്ല രസമാണ്. പച്ചപ്പിൻ്റെ ഇടയിൽ എന്താ കംപ്ലീറ്റ് ഇവിടെ നിന്ന് അങ്ങോട്ട് ബെറീസാണ് ഹെഡ്ജിന്.
വൈകി വന്ന വസന്തം പോലെ ഈ സമയത്താണ് ഇവിടെ ഒരു സൺഫ്ലവർ ഉണ്ടായിരിക്കുന്നത്. ഈ പൂ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. അതിൻ്റെ പെറ്റൽസൊക്കെ ഇരിക്കണമൊക്കെ നല്ല ചുരുണ്ടാണ് ഇരിക്കുന്നത്. എൻ്റെ പേരാർക്കെങ്കിലും അറിയോ? ഇതൊരു സാധാരണ ഇലയാണ് കേട്ടോ. പക്ഷെ അതിൻ്റെ ഇപ്പോഴത്തെ കളർ ചേഞ്ച് നോക്കുക. ഒരു ഇലയുടെ മുകളിൽ തന്നെ യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ഒരു ഡാർക്ക് പർപ്പിൾ പോലെ ഒരു കളറുണ്ട്. അപ്പോൾ ഇങ്ങനെ കൂട്ടം കൂടെ നിൽക്കുമ്പോഴേ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ ഹെഡ്ജ് കംപ്ലീറ്റ് ആ ഇലയിൽ നിൽക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ ഇലയൊക്കെ കൊഴിഞ്ഞ് പോകുമ്പോഴാണ് നമ്മൾ മരത്തിൻ്റെ ഇടയിലുള്ള കിളിക്കൂടുകളൊക്കെ കാണുന്നത്. കണ്ടോ, അവിടെ 2 എണ്ണം ഉണ്ട്, അവിടെയും 1 എണ്ണം ഉണ്ട്. ഞങ്ങളുടെ വില്ലേജിൻ്റെ മിനി ഓർച്ചർഡിലെത്തി ഞാൻ. ആപ്പിൾ മരത്തിൻ്റെ മുകളിലൊന്നും ഒറ്റ ഇലയില്ല, പക്ഷേ ഇഷ്ടം പോലെ ആപ്പിൾ ഉണ്ട്. ഓക്കെ, കംപ്ലീറ്റ് ആപ്പിൾ മാത്രമുള്ളൊരു മരം. താഴെ വീണതൊക്കെ ആൾക്കാർ എടുത്തുകൊണ്ട് പോയെന്ന് തോന്നുന്നു. ഇവിടെ ഒന്നും കാണാനില്ല കാര്യമായിട്ട്. ഇല കംപ്ലീറ്റ് നിലത്താണ് ആപ്പിളിൻ്റെ, പക്ഷെ ഫ്രൂട്ട്സ് ഒക്കെ ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. കേട്ടോ, ഇങ്ങനത്തെ ആപ്പിളാണ്, മഞ്ഞ ആപ്പിള്. ഈ സൈഡിലും ഉണ്ട് കുറച്ച്. അതിൻ്റെ പുറകിലൊരു മരത്തുമ്മ കംപ്ലീറ്റ് യെല്ലോ ഇലകളാണ്. അതും കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ആപ്പിൾ ക്ലിയർ ആയിട്ട് കിട്ടണില്ല. സിൽവർ ബേർച്ച് എന്ന് പറഞ്ഞ മരമാണിത്. ഇതിൻ്റെ ഈ സ്കിൻ ഞാൻ പണ്ട് ഇതൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. കണ്ട സിൽവർ കളറാണ്. അതുപോലെ ഇങ്ങനെ പൊട്ടി പൊട്ടി ഇരിക്കുന്ന കാണാം. പിന്നെ കേടൊന്നുമില്ല കേട്ടോ, എല്ലാം മരം ഇതേപോലെ തന്നെയാണ് സിൽവർ ബേർച്ച്. പക്ഷെ കണ്ട ഒറ്റ ഇല ദൈവം സഹായിച്ചിട്ടില്ല. ഇതിവിടെയൊക്കെ കാറോടിച്ച് പോകുമ്പോൾ നല്ല ഭംഗിയായിട്ടാ. നല്ല 2 സൈഡിൽ നല്ല ഇങ്ങനെ മനോഹരമായ കാഴ്ചകൾ കണ്ട് നമ്മുടെ കോൺസെൻട്രേഷൻ പോകും. വീപ്പിംഗ് വിലോൻ്റെ ഇലകൾ കൊഴിഞ്ഞിട്ടില്ല കേട്ടോ. കുറച്ചൊക്കെ കൊഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ മെജോറിറ്റി അവിടെ നിൽക്കുന്നുണ്ട്. ആ സൂര്യനടിക്കുന്ന മോൾ ഭാഗവും താഴെയുള്ള ഒരു ഡാർക്കായിരിക്കുന്ന ഭാഗവും കണ്ട അതിൻ്റെ വ്യത്യാസം. സൂര്യൻ്റെ ആ വെളിച്ചത്തിൻ്റെ ഇതുകൊണ്ട് അത് ഗോൾഡൻ ആയിട്ട് കാണുന്നതല്ല, താഴെ ഇങ്ങനെ കുറച്ച് ഗ്രേ ആയിട്ടിരിക്കണേ. മരത്തിൻ്റെ സ്കെലിട്ടൺ മാത്രമുണ്ട്, ബാക്കിയെല്ലാം കൊഴിഞ്ഞു പോയി.
അപ്പോൾ എൻ്റെ ഓട്ടത്തിൻ്റെ വീഡിയോ ഇക്കൊല്ലത്തെ എല്ലാവർക്കും ഇഷ്ടമായ. കഴിഞ്ഞ കൊല്ലം ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇക്കൊല്ലം എന്തിനാ ഇനി വേറെ വീഡിയോ ഇടണമെന്ന്. പക്ഷേ ഇവിടുത്തെ ഈ ഭംഗി കാണുമ്പോഴേ നമുക്ക് വീഡിയോ എടുക്കാണ്ടിരിക്കാനും അത് നിങ്ങളെ കാണിക്കാണ്ടിരിക്കാനും പറ്റണില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നും ഒരു വാക്കിന് ഇറങ്ങിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്മിതാസ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ബൈ.